ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നത് നിങ്ങളുടെ തൈറോയിഡിലല്ല. തൈറോയിഡ് പ്രവർത്തനം ആദ്യത്തിലൊന്ന് ഹൈപ്പർ ആകും, അത് കഴിഞ്ഞിട്ട് ഹൈപ്പോ ആകും, പ്രവർത്തനം മന്ദഗതിയിലായി മാറും. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന സ്ട്രെസ്സാണ്, ട്രോമകളാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ട്രോമകൾ ഹീൽ ചെയ്തിട്ടല്ലാതെ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾക്ക് പ്രഗ്നൻസി സമയത്തേക്കാണെങ്കിൽ അർജൻസി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തൽക്കാലം തൈറോയിഡിൻ്റെ സപ്ലിമെൻറ്റ്സ്, ഹോർമോൺസ് ഒക്കെ നിങ്ങൾക്ക് പകരം കഴിക്കാം. തൈറോനോം തുടങ്ങിയ മരുന്നുകളൊക്കെ കഴിക്കാം. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മാറ്റണമെങ്കിൽ നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുന്ന സ്ട്രെസ്സ് മാനേജ് ചെയ്യണം. അത് നിങ്ങൾ ചികിത്സിച്ച് മാറ്റണം. നിങ്ങളുടെ തൈറോയിഡ് പ്രവർത്തനങ്ങൾ എത്രത്തോളം, സ്ട്രെസ് എത്രത്തോളം അതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെസ്റ്റാണ് റിവേഴ്സ് T3 ബൈ നോർമൽ T3 എന്നുള്ളത്. നിങ്ങളുടെ സ്ട്രെസ്സ് കംപ്ലീറ്റ് മാനേജ് ചെയ്ത് ഹീൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തൈറോയിഡ് പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും മാറില്ല.